സംസ്ഥാനം തുടർച്ചയായ രണ്ടാം ദിവസമാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞത്. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവിനെയാണ് ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഭാര്യയ്ക്കൊപ്പം കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഭാര്യ ചന്ദ്രിക രക്ഷപ്പെട്ടു. കാട്ടാന ശല്യത്തിൽ തീരുമാനമാകാതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറയുകയാണ്. അവിടുത്തെ പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. ഇത് ഇങ്ങനെ തുടർന്ന് പോയാൽ ഞങ്ങൾ ഈ ഒരു മരണമല്ല, ഇനി കൂട്ട മരണം തന്നെ ഉണ്ടാവും. കാരണം ആറ് കഴിഞ്ഞാൽ വണ്ടികൾക്കും വരാൻ പറ്റില്ല, ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് ഫോറസ്റ്റിനെ വിളിച്ചു പറഞ്ഞാൽ അത് കേരളത്തിലാണ്. നിങ്ങൾ കേരളത്തിലെ ആൾക്കാരോട് പറയാം. തമിഴ്നാട് അതല്ല കേരളത്തിൻ്റെ തോട്ടാമൂല പഴൂർ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ അല്ല, ഇതൊക്കെ റീലൊക്കേഷനിൽ പോയ സ്ഥലമാണ്, ഞങ്ങളൊരു പടക്കം പോലും വാങ്ങിത്തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ സജീവ് സാറ് അതേപോലെ DFO അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും അവർ ദർ ഇസ് നോ ഫോളോ അപ്പ്. അങ്ങനെയാണ് ഇന്ന് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബം താമസിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. അവർ തമിഴ്നാട്ടിൽ നിന്ന് വിരുന്ന് വന്നവരാണ്. അവർ അച്ഛൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നപ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ ഈ ആനകൾ എപ്പോഴും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ബോർഡർ ഏരിയ വെള്ളരിയിൽ ഏതാണ്ട് ഒരു ടൗൺ പ്രദേശം പോലെയുള്ള സ്ഥലങ്ങളിലാണ്, മെയിൻ റോഡ് ബസ് റൂട്ടുകളിലാണ്. രാത്രി 2 മണിക്കും 3 മണിക്കും പുലർച്ചെ 5 മണിക്കെല്ലാം മെയിൻ റോഡ് കൂടെ ആന അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ഇവിടുത്തെ ഫെൻസിങ് ശരിയില്ല. കേരള ബോർഡറിൽ ഫെൻസിങ് ഇല്ല. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തകളും ചെയ്യുന്നത്. സുർജിത്ത്, അവർ പറയുന്നതൊക്കെ ശരിയാണ്. അവർ മാത്രമല്ല, ഈ കടുവയാവട്ടെ, പുലിയാവട്ടെ, കാട്ടാനയാവട്ടെ, ആക്രമണങ്ങൾ കൊല്ലപ്പെടുന്ന സ്ഥലങ്ങളിലെ മനുഷ്യർ പറയുന്നതൊക്കെ 100% യുക്തിഭദ്രവും ശരിയുമാണ്. പക്ഷേ അവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ അവർ അനുവദിക്കുന്നുണ്ടോ സുർജിത്ത്? ഹാഷ്മി, ഇപ്പോൾ ഇവിടുത്തെ വൈൽഡ് ലൈഫ് വാർഡനായിട്ടുള്ള വരുൺ ഡാലിയ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ജനപ്രതിനിധികളുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ. അവർ മാത്രമല്ല ഈ കുടുംബം, മാനുവിന്റെ കുടുംബം, അവർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമേ മൃതദേഹം മാറ്റാൻ അനുവദിക്കൂ എന്നുള്ളതാണ്. നാട്ടുകാർ ചില ഉപാധികൾ ഉന്നയിക്കുന്നുണ്ട്. കുടുംബത്തിനുള്ള ആശ്വാസധനം നൽകാനുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മേഖലയാണ് ഈ പ്രദേശം എന്നുള്ളതാണ്. അതിന്റെ അപാകത തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ട്രൈബൽ കുടുംബങ്ങൾ, ആദിവാസി കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി വരുന്നില്ല. ജനറൽ കുടുംബങ്ങൾ മാത്രമാണ് ഇതിന്റെ ഭാഗമായി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. എന്തായാലും ആ ഒരു തരത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഭാര്യ ചന്ദ്രിക ഉൾപ്പെടെയുള്ള ഒരു പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് കരുതുന്നത്. ഭാര്യ ഇവിടെയുണ്ട്. ഭാര്യ അല്പസമയത്തിനകം നമ്മളോട് സംസാരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ. എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇന്നലെ വൈകിട്ട് ഈ മാനുവും ഭാര്യ ചന്ദ്രയും കൂടി ഇവിടേക്ക് വരികയായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് വെള്ളരി എന്ന് പറയുന്ന ഒരു ഉന്നതിയുള്ളത്. ആ വെള്ളരി എന്ന് പറയുന്ന ആ ഉന്നതിയിൽ അവിടെ വെച്ച് ഭാര്യ അവിടേക്ക് പോയി, മാനു ഇവിടേക്കും, അതായത് ഈ ഉന്നതിയിലേക്കും വന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. അതായത് ഈ തൊട്ടടുത്തുള്ള ഒരു കൊല്ലിയിൽ കുളമുണ്ട്. ആ കുളത്തിൽ ഈ ആനകൾ ഉണ്ടായിരുന്നു. 3 ആനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിൽ ഒരു ആന നേരെ മാനുവിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു, ചുഴറ്റി എറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് വിഷയം. അങ്ങനെയാണ് ഈ കാര്യം സംഭവിച്ചത് എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടി കൈക്കൊള്ളാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ചർച്ചയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ, കൃത്യമായ രീതിയിലുള്ള ഒരു വിവരം ഉണ്ടാകും, ഉരുത്തിരിയും. എന്തായാലും വയനാട് സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ